ഞാനിപ്പോൾ പറയാൻ പോകുന്ന മോഡ്യൂൾ 5-ൻ്റെയാണ്. ഞങ്ങൾക്ക് സീരീസിന് വരാമെന്ന പോർഷൻ നമുക്ക് 2 മോഡ്യൂളുമാണല്ലോ. അപ്പോൾ 4-ൻ്റേത് നമ്മൾ 3/4 ഭാഗമായി, പിന്നെ 5-ൻ്റെയും കൂടെ ക്വസ്റ്റ്യനും കൂടെ ഇടേണ്ടതുണ്ട്. അതിൽ കുറച്ച് പോർഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ് ഇടുന്നത്. ഓക്കെ, അതിൽ ട്രാൻസ്മിഷൻ ലൈനാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ അകത്ത് കോർഡിനേറ്റ് സിസ്റ്റം പഠിച്ചു. സെക്കൻഡ് മോഡ്യൂളിൻ്റെ അകത്ത് എന്താണ് പഠിച്ചത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ അകത്ത്. തേർഡ് മോഡ്യൂൾ മാഗ്നറ്റിക് ഫീൽഡാണ് പഠിച്ചത്. അപ്പോൾ ഇത് രണ്ടും കോമ്പിനേഷനായിട്ട് വരുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സാണ് നിങ്ങൾ 4th മോഡ്യൂളിൽ പഠിക്കുന്നത്. അതിൻ്റെ പവർ എത്രയാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പവറൊക്കെയാണ് നിങ്ങൾ 4th മോഡ്യൂൾ പഠിക്കും. 5th മോഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ചെറിയ മോഡ്യൂളാണ്. ചെറിയ മോഡ്യൂളായതുകൊണ്ട് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. അതിൻ്റെ ഫോർമുലാസ് മാത്രം പഠിച്ചാൽ മതി. കാരണം കുറേ ടേംസാണ് കൂടുതലും. ആ ടേംസ് കണ്ടുപിടിക്കാൻ ഉള്ള നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേംസൊക്കെയാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനുള്ള പ്രോബ്ലംസൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എപ്പോഴും വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യനാണ് ഡെറിവേഷൻ ഓഫ് വേവ് ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്മിഷൻ ലൈന്. പിന്നെ അതിൻ്റെ ടേംസൊക്കെ അതിൽ ഈ മോഡ്യൂളിൽ നിങ്ങൾ ട്രാൻസ്മിഷൻ ലൈനാണ്. ഇതിപ്പം ഡീറ്റെയിൽഡ് നിങ്ങൾ അടുത്ത സെമസ്റ്റർ പവർ സിസ്റ്റത്തിലാണ് പഠിക്കുന്നത്. ഓക്കെ, ട്രാൻസ്മിഷൻ ലൈന് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ഒരു സെൻഡിങ് എൻഡിൽ നിന്ന് ഒരു റിസീവിങ് എൻഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, സെൻഡ് ചെയ്യുന്ന റിസീവ് ചെയ്യാൻ വേണ്ടിയാണ് ട്രാൻസ്മിഷൻ ലൈൻ ഉപയോഗിക്കുന്നത്. അപ്പം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ട്രാൻസ്മിഷൻ ലൈൻസ് ആർ യൂസ് ടു ഡയറക്റ്റ് ദ പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം എ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ലോഡ്. അപ്പോൾ അത് പവറാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ലോ ഫ്രീക്വൻസിയിലും പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ എവിടെ ഉപയോഗിക്കുന്നത്? എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ഹൈ ഫ്രീക്വൻസിയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഓരോ ട്രാൻസ്മിഷൻ ലൈൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ടെലിഫോണിൻ്റെ ഉള്ള ട്രാൻസ്മിഷൻ ലൈൻ ആയിരിക്കുമോ നമ്മൾ TV-യുടെയൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നവരെയൊക്കെ ഉള്ള നമ്മൾ സെറ്റ് ബോക്സിൻ്റെയൊക്കെ കേബിളില്ലേ, അത് രണ്ടാണ്. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ട്രാൻസ്മിഷന്. അപ്പോൾ ബേസിക്കലി 4 ടൈപ്പ് ട്രാൻസ്മിഷൻ ലൈനാണ്. ഒന്നാണ് ഓപ്പൺ വയർ ട്രാൻസ്മിഷൻ ലൈൻ. ഇതാണ് ബേസിക് ഉള്ളത്. നമ്മൾ 2 പാരലായിട്ടുള്ള കണ്ടക്ടേഴ്സ്, ഇതിൻ്റെ ഇടയ്ക്കുള്ള മീഡിയം എയർ ആയിരിക്കും, ഡൈഇലക്ട്രിക് മീഡിയം എയർ ആയിരിക്കും. ഇത് വെച്ച് ഓപ്പൺ ആയിട്ടുള്ള ഡൈഇലക്ട്രിക് മീഡിയം ആയിരിക്കും എയർ. അതിൻ്റെ നമ്മൾ ഇലക്ട്രിക് പോസ്റ്റിലായിരിക്കും മൗണ്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്? ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസൊക്കെ ഇതിനെ അഫക്റ്റ് ആക്കും. കാരണം ഇപ്പോൾ മരം വീടുന്നേരമൊക്കെ കേബിൾ കട്ടാവുമല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും പറ്റിയ പോസ്റ്റ് താഴെ എന്തെങ്കിലും ഇരുന്നാലും അതനുസരിച്ച് ആ ട്രാൻസ്മിഷൻ അവിടെ ബ്ലോക്ക് ആവും. അതാണ് ഓപ്പൺ വയർ ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഉള്ളത് ടൈപ്പാണ് കേബിൾസ് അല്ലെ അണ്ടർഗ്രൗണ്ട് കേബിൾസ്. ഇത് മോസ്റ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനാണ്? ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ. ഞങ്ങൾ ടെലിഫോണിൻ്റെയൊക്കെ റിപ്പയറിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കൂടെ കുഴിപ്പിച്ചിട്ടുണ്ട്. അത് കാണുന്നത് നമുക്ക് എന്താണ്? ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള കേബിൾസാണ്. അതാണ് ടെലിഫോണിക് ലൈൻസിൽ. ഇപ്പോൾ അതൊക്കെ ഒപ്റ്റിക്കായി തുടങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ കേബിൾസൊക്കെ ആയിരുന്നു ഇത്. ഇപ്പോൾ ഒപ്റ്റിക് ഫൈബറൊക്കെ ഡെവലപ്പ് ആയി കഴിഞ്ഞപ്പോൾ ഒപ്റ്റിക് ഫൈബർ വഴിയാണ് ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? അടുത്തത് കൊയാക്സിയൽ കേബിൾ. കൊയാക്സിയലിൽ നിങ്ങളെപ്പോഴും കേട്ടിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ മതി കേട്ടോ. ഇപ്പം ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞ് ഒരു 4 മാർക്സ് ക്വസ്റ്റ്യന് എഴുതാനുള്ളത്.
കൊയാക്സിയൽ കണ്ടക്ടറിൻ്റെ അകത്ത് 2 കണ്ടക്ടർ, ഒരു ഔട്ടർ കണ്ടക്ടർ, അത് കണ്ടക്ടർ 1. അതുകൊണ്ട് ഈ ഒരു ഇവിടെ അകത്ത് വേറൊരെണ്ണം കണ്ടോ, ഇത് കണ്ടക്ടർ 2. ഇതിനിടയ്ക്ക് ഈ കണ്ടക്ടർ 1ഉം കണ്ടക്ടർ 2നും ഇടയ്ക്കുള്ളത് ഡൈഇലക്ട്രിക് ഉണ്ട്. അതേസമയം നമ്മുടെ 2 വയർ നമ്മൾ തൊട്ട് മുമ്പേ നോക്കിയതിൻ്റെ അകത്ത് ഡൈഇലക്ട്രിക് മീഡിയം എയർ ആയിരുന്നു. അതേസമയം കോയാക്സിയൽ കേബിളിൻ്റെ അകത്ത് ഡൈഇലക്ട്രിക് ഉണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് വേവ് ഗൈഡാണ്. അത് പറഞ്ഞാൽ ഒരു ഹോളോ കണ്ടക്ടിങ് ട്യൂബ്സ്, അത് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോവേവ് ഫ്രീക്വൻസിയൊക്കെ ട്രാൻസ്മിഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും ക്ലിയറായോ? ഇനി അടുത്ത ഉള്ള ടോപ്പിക്ക് അത് ബേസ് ചെയ്ത് ട്രാൻസ്മിഷൻ ലൈനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത് ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ്. അപ്പോൾ മെയിൻ ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ് എന്താണ്? റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്. ഇലക്ട്രിക് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്, പിന്നെ അതിൻ്റെ കൂടെ കണ്ടക്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നേരം റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്ത്. ഇത്ര ലെങ്ത്തിന് ഇത്ര റെസിസ്റ്റൻസ് ആയിരിക്കും വരുന്നത്. അവിടെ ഈ റെസിസ്റ്റൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ഓമിക് ലോസസ്. എത്ര I²R ലോസസ് ആണ് ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതാണ്, നോട്ട് ചെയ്തേക്കുന്നതാണ് റെസിസ്റ്റൻസ്. പിന്നെയുള്ള എന്താണ്? ഇൻഡക്റ്റൻസ്. ഇൻഡക്ടറിൻ്റെ യൂസ് എന്താണ്? ഒരു മാഗ്നറ്റിക് ഇതിൻ്റെ സാധാരണ ഇൻഡക്റ്റൻസിൻ്റെ യൂസ് എന്താണ്? ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയൊക്കെ ഇൻഡക്ടറിന് എന്താണ്? ഒരു ചാർജ് സ്റ്റോർ ചെയ്യുന്നതല്ലേ, മാഗ്നറ്റിക് ഇഫക്റ്റ് അല്ലേ, കോയിൽ പോലത്തെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്? കറണ്ട് ക്യാരിങ് ട്രാൻസ്മിഷൻ ലൈൻ ഹാസ് ആൻ അസോസിയേറ്റഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതിലും ഈ മാഗ്നറ്റിക് ഇഫക്റ്റ് എത്രയാണ് ആ ഒരു പെർ ലെങ്ത്തിൽ ഡിനോട്ട് ചെയ്യാനാണ് ഇൻഡക്റ്റൻസ് പെർ ലെങ്ത്ത്. പിന്നെ എന്താണ്? കപ്പാസിറ്റൻസ് നമുക്കറിയാം, ഒരു 2 പാരലൽ പ്ലേറ്റ്സിന് ഇൻ ബിറ്റ്വീൻ ഡൈഇലക്ട്രിക് വരുവാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക? എന്ത് സംഭവിക്കും? ഒരു കപ്പാസിറ്റൻസ് ജനറേറ്റ് ചെയ്യത്തില്ലേ? ട്രാൻസ്മിഷൻ ലൈൻസ് എല്ലാം പാരലായിട്ടല്ലേ വരുന്നത്. അപ്പോൾ 2 കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ എ ഡൈഇലക്ട്രിക് മീഡിയം ആക്ട് ഇൻ എ പാരലൽ വിത്ത് ദ ലൈൻ. അപ്പം 2 ലൈനിൻ്റെ അകത്ത് ഒരു കപ്പാസിറ്റീവ് ഇഫക്റ്റാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? കണ്ടക്റ്റൻസും റെസിസ്റ്റൻസും തമ്മിൽ എന്താണ് റിലേഷൻ? കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? R റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് കണ്ടക്റ്റൻസ്. അപ്പോൾ കണ്ടക്റ്റൻസിൻ്റെ അകത്ത് എപ്പോഴാണ് ഉപയോഗിക്കുന്നതാണ്? ഒരു റെസിസ്റ്റർ പ്യുവർലി അല്ല ഡൈഇലക്ട്രിക്കിൻ്റെ അകത്ത് മേ നോട്ട് ബി എ പെർഫെക്റ്റ് കണ്ടക്ടർ. അപ്പോൾ അതിൻ്റെ അകത്തൊരു ലീക്കേജ് ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടക്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നും, ഈ റെസിസ്റ്റൻസ്, ഇൻഡക്ടർ, കപ്പാസിറ്റൻസ്, ഈ 4 ടേമും യൂണിഫോംലി ട്രാൻസ്മിഷൻ ലൈനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അല്ലാതെ ഒരു പോയിന്റിൽ ഇപ്പോൾ ഒരു 150 കിലോമീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രാൻസ്മിഷൻ ലൈനാണെങ്കിൽ ആ ട്രാൻസ്മിഷൻ ലൈനിൽ ഈക്വലായിട്ടാണ് റെസിസ്റ്റൻസിൻ്റെ, ഇൻഡക്റ്റൻസിൻ്റെ എല്ലാം ഡിസ്ട്രിബ്യൂഷൻ. മനസ്സിലായി? അല്ലാതെ ഒരു പോയിന്റിൽ ഒരു 10 കിലോമീറ്ററിൻ്റെ അവിടെ റെസിസ്റ്റൻസ് ഒരു 20 ഓമും ഒരു 100 ആകുന്ന സമയത്ത് 15, അങ്ങനെയല്ല. യൂണിഫോമായിട്ട് റെസിസ്റ്റൻസ് പെർ കിലോമീറ്റർ ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സിനെ പറ്റി എഴുതാൻ ചോദിക്കും കേട്ടോ. ഇനി അടുത്തത് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ലൈൻ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമുക്കറിയാം ട്രാൻസ്മിഷൻ ലൈനിൻ്റെ അകത്തെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, പിന്നെ കണ്ടക്റ്റൻസ് ആണല്ലോ. അപ്പം നമ്മളൊരു ട്രാൻസ്മിഷൻ ലൈൻ നല്ല നീളമുള്ളതാണല്ലോ, അതിലൊരു ചെറിയ ഡിഫറൻഷ്യൽ ലെങ്താണ് നമ്മൾ എടുക്കുന്നത്.
അപ്പോൾ ആ ഡിഫറൻഷ്യൽ ലെങ്ത്താണ് ഇത്രയുള്ള ഒരു പോർഷനായിട്ട്. ഇതിൻ്റെ അകത്ത് ആ ചെറിയൊരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പോർഷൻ്റെ അകത്ത് വരുന്നത് റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉണ്ട്, കണ്ടക്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട് ആണല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണക്ഷൻ ഞാൻ പറഞ്ഞു. റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഇതേപോലെ, കണ്ടക്റ്റൻസ് തന്നെ റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ. അതുകൊണ്ട് നമ്മൾ റെസിസ്റ്റൻസ് തന്നെ സിമ്പല് G/Z, കപ്പാസിറ്റൻസും പാരലായിട്ട് കണക്ട് ചെയ്തേക്കുന്നു C/Z. എന്തുകൊണ്ടാണ് R/Z എന്നൊക്കെ എഴുതിയേക്കുന്നത്? ഇതിൽ സപ്ലൈ ചെയ്തേക്കുന്ന വോൾട്ടേജ് സെൻഡിങ് എൻഡ് വോൾട്ടേജിൽ വിയും സെൻഡിങ് കറണ്ട് I ആണെന്ന് വിചാരിക്കുക. നമ്മൾ കൺസിഡർ ചെയ്ത ആ പോർഷൻ്റെ എൻഡിങ് എൻഡിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V+∆Vയും കറണ്ട് എന്ന് പറഞ്ഞാൽ I+∆I ആണ് വിചാരിക്കുക. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് അവിടെ R എന്നല്ലാതെ R/∆Z എന്ന് എഴുതിയേക്കുന്നത്? R/∆Z എന്തുകൊണ്ട്? നമുക്കറിയാം R/∆Z എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇമ്പിഡൻസ്, ചെറിയൊരു ഇമ്പിഡൻസും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ∆Z എല്ലാ ടേമിൻ്റെ അകത്തും ഇട്ടേക്കുന്നത്. ഒരു ചേഞ്ച് എല്ലാ എൻഡിലും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു ഡെറിവേഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മൾ KVL റൂൾ അപ്ലൈ ചെയ്യുക. KVL റൂൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? KVL എന്ന് പറഞ്ഞാൽ എല്ലാം വോൾട്ടേജിൻ്റെ സെൻഡിങ് എൻഡും വോൾട്ടേജും ഈ റിസീവിങ് എൻഡും ഈക്വൽ ആണെന്നുള്ളതല്ലേ. V മൈനസ് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്? I/R∆Z അല്ലേ? റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള അതാണ് ഇതാണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. V മൈനസ് I/R∆Z. ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എങ്ങനെയാണ് എഴുതുന്നത്? V = L/di/dt അല്ലേ എഴുതുന്നത് ഇൻഡക്ടറിന്. അപ്പോൾ ഇവിടെ എഴുതുന്നത് എങ്ങനെയായിരിക്കും? L/di/dt × അല്ലേ? V ഇവിടെ അക്രോസ് ഉള്ളതാണ് L/∂by∂t∆Z. ഓക്കെ, എന്തുകൊണ്ടാണ് റെസിസ്റ്റൻസിൻ്റെ അവിടെയും ഇൻഡക്ടറിൻ്റെ അവിടെയും സബ്ട്രാക്ട് ചെയ്തത്? കാരണം സപ്ലൈ ചെയ്ത വോൾട്ടേജിൽ നിന്ന് ഓരോ ലോഡിൻ്റെ അക്രോസ് ഡ്രോപ്പ് അല്ലേ വരുന്നത്. നിങ്ങൾ നെറ്റ്വർക്കിലൊക്കെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാണ് ആ ഡ്രോപ്പ്. -IR∆Z മൈനസ് ∂L∆IZ മൈനസ് ഈ റിസീവിങ് എൻഡ് വോൾട്ടേജ്. അപ്പോൾ ഇതിൽ ഈ വിയും ക്യാൻസൽ ആവും. മിച്ചം എന്താണ്? IR∆Z മൈനസ് ∂I/∂t L/∂Z∆V. ഇപ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്ത് ∆V ഒരിടത്തും മറ്റേതല്ല ഇപ്പുറത്തോട്ടും വരുന്നേരം നമുക്ക് എന്താ വരിക? -∆V = IR∆Z പ്ലസ് L∆Z ∂L/∂t. ഇപ്പോൾ രണ്ടിടത്തും ∆Z കോമൺ ആയതുകൊണ്ട് കോമൺ ആയിട്ട് എടുത്തതാണിത്. ഓക്കെ, ഈ ∆Z ഇപ്പുറത്തോട്ടാക്കിയിട്ട് സിംപ്ലിഫൈ ചെയ്ത് IR∆L∆I/∂t. ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ ∆Z ലിമിറ്റ് Z → 0 എന്ന് പറഞ്ഞ് കൊടുക്കുന്നേരം എന്താണ് വരുന്നത്? അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ∆Z/Z എന്ന് പറഞ്ഞാൽ IR∆L∆Y∆Z തന്നെ. ഇനി ഇതിൻ്റെ അകത്ത് ∂by∂tയെ നമ്മൾ J⍵ ആയിട്ട് റീപ്ലേസ് ചെയ്യുക. J⍵ ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നവർ എന്താ വരിക? ∂V/∂Z മൈനസ് സിമ്പിൾ റീറ്റെയിൻ ചെയ്തേക്കുന്നു. IR പ്ലസ്
എൽ ജെ ഒമേഗ ഐ. അപ്പോൾ രണ്ടിടത്ത് ഐ ഉണ്ടല്ലോ, ആ ഐയെ കോമൺ ആക്കി എടുത്താൽ ഐ ഇൻറ്റു ആർ പ്ലസ് ജെ ഒമേഗ എൽ. ഇത്രയും ക്ലിയറായി? ഓക്കെ, അപ്പോൾ അത് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്തത് നമ്മൾ നോഡ് അനാലിസിസ് എടുക്കുകയാണ്. ഏത്? ഈ എന്നിൽ നോഡ് അനാലിസിസിൽ അറിയാം എന്താണ്? അറ്റ് നോഡ് എന്നിൽ സെൻഡിങ് എൻഡ് കറണ്ടും ഈക്വൽ ടു റിസീവിങ് എൻഡ്, അല്ലെങ്കിൽ സെൻഡിങ് എൻഡും റിസീവിങ് എൻഡും അറ്റ് എ മീറ്റിംഗ് പോയിൻ്റ് അറ്റ് എ നോഡ് ഈസ് 0 എന്നാണ്. അപ്പോൾ ഇതിൽ ഈ കറണ്ട് ഐയും ഇതിൽ ഈ ഐ എന്ന് പറഞ്ഞാൽ എൻ്റർ ചെയ്യുക, എന്നാൽ ഐ പ്ലസ് ഡെൽറ്റ ഐ എന്താ? ലീവിങ്. ഇതും നമ്മൾ അസ്യൂം ചെയ്യുക ലീവിങ് ആണ്. അപ്പോൾ ഇതിൽ എന്താണ്? ഐ എൻറ്ററിങ് ഈക്വൽ ടു ഇത് രണ്ടും. സൈൻ കൺവെൻഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഐ, ഇതിപ്പോൾ ഞാൻ ടുവേർഡ്സ് ദ നോഡ് എന്നിന് നെഗറ്റീവ് കൊടുക്കുകയാണെങ്കിൽ മൈനസ് ഐ പ്ലസ് ഐ പ്ലസ് ഡെൽറ്റ ഐ രണ്ടാമത് എഴുതിയേക്കുന്നത് മൈനസ് ഐ പ്ലസ് ഡെൽറ്റ ഐ. പിന്നെ നമ്മുടെ കണ്ടക്റ്റൻസിനും കപ്പാസിറ്റൻസിനും പാരലായിട്ട് പോകുന്ന കറണ്ട്. അപ്പോൾ എന്താണ്? നമുക്കറിയാം, ഇപ്പം റെസിസ്റ്റൻസിനാണെങ്കിൽ എങ്ങനെയാണ്? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഐ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻറ്റു വോൾട്ടേജ് അല്ലേ? ആണല്ലോ. അപ്പോൾ അവിടെ വി പ്ലസ് ഡെൽറ്റ വി ഇൻറ്റു ജി ഇൻറ്റു ഡെൽറ്റ. ഇവിടെ റെസിസ്റ്റൻസ് ആണ് തന്നേക്കുന്നത്, റെസിസ്റ്റൻസ് ആണ് കണ്ടക്റ്റൻസ് ആണ് തന്നേക്കുന്നത്, പാരലായിട്ടുള്ള കണ്ടക്റ്റൻസ്. അതുകൊണ്ടാണ് 1/r അല്ലേ ജി, അതുകൊണ്ട് നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ എന്തായിരുന്നു എഴുതേണ്ടത്? 1/r ആയിരുന്നു. ഓക്കെ, അടുത്തത് കപ്പാസിറ്റൻസിൻ്റെ അവിടെ ഇക്വേഷൻ എന്താ? കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താ? ഞാൻ പറഞ്ഞു വി എൽ എന്ന് പറഞ്ഞാൽ എൽ ഡി ഐ ബൈ ഡി ടി, നേരത്തെ ഇക്വേഷൻ. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ആർ. അതേപോലെ കപ്പാസിറ്റൻസിൻ്റെ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? ഐ സി എഴുതാം. കപ്പാസിറ്റൻസിൻ്റെ അക്രോസുള്ള ഇത് തന്നെ സി ഡി വി ബൈ ഡി ടി അല്ലേ? അല്ലേ നിങ്ങൾ പഠിച്ചിരുന്നത് എന്താണ്? വി സി ഈക്വൽ ടു 1/c ഇൻ്റഗ്രൽ ഐ ഡി ടി. അപ്പോൾ ആ ഇതിനെ ഐ കിട്ടണമെങ്കിൽ എന്താ? സി ഇൻറ്റു ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നവരല്ലേ ഇതിലെ ഇൻ്റഗ്രൽ പോകുന്നു, അതിൽ നിന്നാണ് ഇവിടെ വന്നേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഇക്വേഷനാണ് സി ഡി വി ബൈ ഡി വി വന്നേക്കുന്നത്, ഡി വി ബൈ ഡി ടി. ഇവിടുത്തെ വി എന്ന് പറഞ്ഞാൽ വി പ്ലസ് റിസീവിങ്ങിൻ്റെ വി പ്ലസ് ഡെൽറ്റ വി. അപ്പോൾ ഇവിടെ എന്താണ്? ക്യാൻസലാവും, ഐയും ക്യാൻസലാവും. നേരത്തെ മാതിരി തന്നെ സിംപ്ലിഫൈ ചെയ്യുന്നേരം ഐയും ക്യാൻസലായി വി പ്ലസ് ഡെൽറ്റ വി ജി ഡെൽറ്റ ഇസഡ് സി. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെയാണ്? സെയിം നേരത്തെ ചെയ്ത മാതിരി ഇസഡ് ടെൻസ് ടു 0 കൊടുക്കുക. അതുപോലെ തന്നെ വി ടെൻസ് ടു ഡെൽറ്റ വി ടെൻസ് ടു 0. അപ്പോൾ നമുക്കിവിടെ എന്താണ് വരുന്നത്? ഈ ഡെൽറ്റ വി എന്ന് പറഞ്ഞ ടേം ഇത് 0. അപ്പോൾ മൈനസ് ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു വി ഇൻറ്റു ജി പ്ലസ് സി ഡോ ബൈ ഡോ ടി വി എന്ന് വരും. രണ്ടിടത്തെയും ഡെൽറ്റ വി നമ്മൾ ടെൻസ് ടു 0 എന്ന് പറഞ്ഞുകൊണ്ട് ആ രണ്ട് ടേം ക്യാൻസലാവും. പിന്നെ എന്താ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ്? ഡോ ബൈ ഡോ ടിക്ക് ജെ ഒമേഗ കൊടുത്തു. അത് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് വരിക? ഡോ ബൈ ഡോ ഇസഡ് വി ജി ഇൻറ്റു സി ജെ ഒമേഗ വി. ഇതിൽ വി കോമൺ ആയതുകൊണ്ട് വി ഈക്വൽ ടു ജി പ്ലസ് ജെ ഒമേഗ സി. ഇപ്പോൾ 1 ആയി 2 ആയി. ഒരെണ്ണം വോൾട്ടേജിൻ്റെ ഇക്വേഷനും ഒരെണ്ണം കറണ്ടിൻ്റെ ഇക്വേഷൻ.
ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷനെ തന്നെ ഒന്നോടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഓൾറെഡി ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ പറഞ്ഞു ഡോ വി ബൈ ഡോ ഇസഡാ. അതിനെ പിന്നെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിനാണ് ഡോ സ്ക്വയർ വി ബൈ ഡോ ഇസഡ് സ്ക്വയർ ആണേ. ഇവിടെ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇവിടെ എന്താ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് എന്ന് പറഞ്ഞാൽ ആറും ജെയും ഒമേഗ എല്ലും എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് അതേപോലെ പകരം ഡോ ഐ ബൈ ഡോ ഇസഡ്. അതാണ് ഇവിടെ തേർഡ് ഇക്വേഷൻ. ഇപ്പോൾ തേർഡ് ഇക്വേഷൻ, ഇപ്പോൾ നമുക്ക് ഈ തേർഡ് ഇക്വേഷൻ്റെ അകത്ത് ഡോ ഐ ബൈ ഡോ ഇസഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിലെ ഡോ ബൈ ഇസഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ മൈനസ് ആർ പ്ലസ് ജെ ഒമേഗ എൽ ഡോ ഐ ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ ഈ മൈനസ് ഇപ്പുറത്തോട്ട് കൊടുത്താൽ മൈനസ് വി ഇൻറ്റു ജി പ്ലസ് ജെ ഒമേഗ. ഇപ്പോൾ രണ്ട് മൈനസും പോസിറ്റീവായി വി ഇൻറ്റു ആർ പ്ലസ് ജെ ഒമേഗ ജി പ്ലസ് ജെ ഒമേഗ സി. ഇപ്പോൾ ഇതിനെ നമുക്കറിയാം എഴുതാം ഡോ വി സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു ഗാമ സ്ക്വയർ. ഗാമ സ്ക്വയർ എന്ന് പറയുന്നത് ഗാമ എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്, ഗാമ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് ഈ ആർ പ്ലസ് ജെ ഒമേഗ എൽ പ്ലസ് ജി ഒമേഗ സി. അപ്പോൾ ഡോ സ്ക്വയർ വി ബൈ ഡോ ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഗാമ സ്ക്വയർ ഇൻറ്റു വി. ഇത്രയും സ്റ്റെപ്പ് തന്നെ ഇനി സെക്കൻഡ് ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ മൈനസ് ഡോ വി ബൈ ഡോ ഇസഡ് ജി പ്ലസ് ജെ ഒമേഗ. ഈ ഡോ വി ബൈ ഡോ ഇസഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ. കണ്ടോ, അതിൽ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേരം നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വരുന്നത് ഡോ ഐ ഇൻറ്റു ആർ പ്ലസ് ജെ ഒമേഗ എൽ ഇൻറ്റു ജി പ്ലസ് ജെ ഒമേഗ സി. ഇതിൽ നമുക്ക് എന്താണ്, ഇതിൽ ഗാമ സ്ക്വയർ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ ഐ ബൈ ഡോ ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഗാമ സ്ക്വയർ ആയി. ഗാമ നേരത്തെ പറഞ്ഞ പോലെ സെയിം ഇരിച്ചു. അപ്പോൾ ഇതാണ് ഈ രണ്ടെണ്ണം സമ്മറൈസ് ചെയ്ത് ഡോ സ്ക്വയർ ഐ ബൈ ഡോ ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഗാമ സ്ക്വയർ ഐ. എന്ത് ടേമാണോ ഇവിടെ അത് തന്നെ ഗാമ സ്ക്വയർ ഇൻറ്റു അത്. ഡോ സ്ക്വയർ വി ബൈ ഡോ ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഗാമ സ്ക്വയർ, ഇത് വി ആണേ. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് വേവ് ഇക്വേഷൻ, ലെറ്റ് ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ. ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ ഇത് ഡോ സ്ക്വയർ, അതിൻ്റെ പറ്റി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ ഓഫ് ട്രാൻസ്മിഷൻ അത് ഡിറൈവ് ചെയ്ത് കൺവെൻസ് ചെയ്യേണ്ട. ഡോ വി ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ ഗാമ പ്ലസ് ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് പ്ലസ് ഗാമ, ഈ സെയിം ടേം തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഗാമ മൈനസ് ഇ റേസ് ടു ഗാമ ഇസഡ്. ഇതെന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ പോസിറ്റീവ് ഇസഡ് ഡയറക്ഷൻ. ഇതെന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റഡ് വേവ്. ഏതൊരു വേവ് ഫോം ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് അതിനൊരു റിഫ്ലക്ഷൻ കാണുമല്ലോ. അപ്പോൾ അത് റിഫ്ലക്റ്റഡ് വേവ്, നെഗറ്റീവ് റിഫ്ലക്റ്റഡ് വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ മൈനസ് ഇസഡ് ഡിറക്ഷൻ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത് തന്നെ നമുക്ക് ഈ ഗാമ ഇതിനെ സിംപ്ലിഫൈ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ എഴുതാം? നമുക്കിതൊരു റൂട്ട് ഓഫ് റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ടല്ലേ വരിക. അപ്പോൾ ഇവിടം വരെ ഉള്ളത് ഒരു ഡെറിവേഷനാണ്, ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഒരു ഡെറിവേഷൻ. അപ്പം ഇതിൻ്റെ അകത്ത് ഗാമ എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ട്. അതിനെ റിയൽ പാർട്ടിനെ ഞാൻ ആൽഫയും ഇമാജിനറി പാർട്ടിനെ ബീറ്റയും. അപ്പം നമ്മുടെ ഈ ഇക്വേഷൻ വെച്ച് സിംപ്ലിഫൈ ചെയ്യുന്നവർ എന്താണ് പറയുന്നത്? ആർ ജി മൈനസ് ഒമേഗ സ്ക്വയർ എൽ സി പ്ലസ് ജെ ഒമേഗ എൽ എന്ന് പറഞ്ഞാൽ ആർ സി. ഇപ്പോൾ ഇതിൽ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ആർ ജി മൈനസ് ഒമേഗ സ്ക്വയർ എൽ സി ആണ്. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഒമേഗ ഇൻറ്റു ആർ സി പ്ലസ് എൽ ജി. ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി എനിക്ക് അടുത്തത്
ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ്. അപ്പോൾ ഇമ്പിഡൻസ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പിഡൻസ് ഇസഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? V/I ആണല്ലോ. ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പിഡൻസ് Z0 എന്ന് പറഞ്ഞാൽ V/I. അപ്പോൾ ഇതിൽ V/I എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ വരുന്നത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R+jωL ഡിവൈഡഡ് ബൈ G+jωC എന്നാണ് വരുന്നത്. ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ Z² = V/I. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? R+jωL ആണല്ലോ. I എന്ന് പറയുന്നത് എന്താണ്? ഗാമയല്ലേ? ഗാമ എന്ന് പറയുന്നത് എന്താണ്? √R+jωL ഇൻറ്റു G+jωC ആണ്. അതാണ് ഗാമ. അപ്പോൾ ന്യൂമറേറ്റർ പോർഷനിൽ എന്താണ്? R+jωL ആണല്ലോ. ഇത് രണ്ടും സെയിം ആണോ? ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസൽ ചെയ്യുന്നേരം ഇത് ഹാഫും ഇത് ഫുള്ളും അല്ലേ? അപ്പോൾ ഇതിൻ്റെ രണ്ട് റൂട്ട് വന്നാലല്ലേ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? R+jωL ഇൻറ്റു √R+jωL എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ വരുന്നത്? രണ്ട് റൂട്ട് സ്ക്വയർ ചെയ്ത ഈ സെയിം തന്നെയല്ലേ വരുന്നത്? ഇൻറ്റു √R+jωL ഇൻറ്റു G+jωC. ഇതിൻ്റെ അകത്ത് ഇതും ക്യാൻസലാവും. മിച്ചമുള്ളതാണ് √jωL +√jωC. ക്ലിയറായ? അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പിഡൻസ് പ്രൂവ് ചെയ്യാൻ മീൻസ് അതിൻ്റെ ഡെറിവേഷനാണ് പറയുന്നതെങ്കിൽ ഈ ട്രാൻസ്മിഷൻ ലൈൻ്റെ സെയിം ഡെറിവേഷൻ ചെയ്ത് നിങ്ങൾ ഈ ജനറൽ ഇക്വേഷൻ വരെ എഴുതണം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ്, കാരണം ഇതിൽ നിന്നല്ല നമുക്ക് ഈ അറ്റുനേഷൻ കോൺസ്റ്റൻറ്റ് കിട്ടിയത്. അറ്റുനേഷൻ അല്ല, പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയാണ് ആ മോഡ്യൂളിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. ഒന്ന് ട്രാൻസ്മിഷൻ ലൈൻ്റെ ക്വസ്റ്റ്യന്, ഒന്ന് അതിലെ ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ ലൈന്, രണ്ടാമത് ചേരുന്നത് അതിൻ്റെ പാരാമീറ്റേഴ്സ്, മൂന്നാമത് വേവ് ഇക്വേഷന്, പിന്നെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ്. ഓക്കെ, ഇതാ ലാസ്റ്റ് മോഡ്യൂളാണ്. ഓക്കെ, താങ്ക് യു.